ആശാപ്രവർത്തകരുടെ സമരം ചരിത്ര വിജയമെന്ന് മാത്യു കുഴൽനാടൻ എം.എൽ.എ. കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ മൂവാറ്റുപുഴ കോതമംഗലം മേഖലാ സമരസമിതിയുടെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴയിൽ സംഘടിപ്പിച്ച ആശാ കേരളം വിജയപാതയിൽ വിജയാഘോഷ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു വർഷത്തോളം മഴയും വെയിലും സഹിച്ച് ആശാപ്രവർത്തകർ നടത്തിയ ഐതിഹാസിക സമരവും അവർ അനുഭവിച്ച കഷ്ടപ്പാടുകളും കണ്ണീരും തിരിച്ചറിഞ്ഞത് UDF നേതൃത്വമാണെന്നും അതുകൊണ്ടുതന്നെ UDF സർക്കാർ അധികാരത്തിലെത്തിയാൽ ആദ്യ മന്ത്രിസഭായോഗത്തിൽ തന്നെ ആശാപ്രവർത്തകരുടെ വേതനം 3000 രൂപ വർദ്ധിപ്പിക്കുമെന്ന തീരുമാനം കൈക്കൊണ്ടതെന്നും മാത്യു കുഴൽനാടൻ എം.എൽ.എ. പറഞ്ഞു. കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ മൂവാറ്റുപുഴ കോതമംഗലം മേഖലാ സമരസമിതിയുടെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴയിൽ സംഘടിപ്പിച്ച ആശാ കേരളം വിജയപാതയിൽ വിജയാഘോഷ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആശാപ്രവർത്തകർ വിരമിക്കുമ്പോൾ ലഭിക്കേണ്ട സാമൂഹ്യ സുരക്ഷാ ആനുകൂല്യങ്ങളും പെൻഷൻ ഉൾപ്പെടെയുള്ള ക്ഷേമ പദ്ധതികളും ഭാവിയിൽ UDF സർക്കാർ നടപ്പാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സമ്മേളനത്തിൽ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ കോർഡിനേറ്റർ മോഹൻകുമാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് എസ്. മിനി മുഖ്യ പ്രഭാഷണം നടത്തി. സമരസമിതി നേതാക്കളായ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാബു ജോൺ, ബ്ലോക്ക് മെമ്പർ റാണിക്കുട്ടി ജോർജ്, PSA ലത്തീഫ്, PK ചന്ദ്രശേഖരൻ നായർ, PC ജോർജ്, സീനത്ത് അസീസ്, അബ്ദുൾ റസാഖ്, അബ്ദുൾ സമദ്, വിജി മനോജ്, KK ശോഭ, റെജി വർഗീസ്, രേഖ സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ആശാപ്രവർത്തകരും സഹായ സമിതി അംഗങ്ങളും ജനപ്രതിനിധികളും സമ്മേളനത്തിൽ പങ്കെടുത്തു. PSA ലത്തീഫ് രചിച്ച ഒരിക്കൽ മാത്രം എന്ന പുസ്തകം സമരസഹായ സമിതി അംഗങ്ങൾക്ക് വിതരണം ചെയ്തു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.